16-ാമത്തെ വചനത്തിൽ വിശുദ്ധ തോമാസ് ലീഹ ഇപ്രകാരം പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. വിശ്വാസ തീഷ്ണതയെ പ്രതി സുവിശേഷ ചൈതന്യത്താൽ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ മടിക്കാത്തവനായിരുന്നു വിശുദ്ധ തോമാസ് ലീഹ. ഈ തോമാസ് ലീഹയിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച നമുക്ക് നമ്മുടേതായ സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രേക്ഷിത തീഷ്ണതയോടെ ജീവിച്ചുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാനായി പരിശ്രമിക്കാം. ഭാരതത്തിൻ്റെ അപ്പോസ്തലനും നമ്മുടെ വിശ്വാസത്തിന് പിതാവുമായ തോമാസ് ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തോമാസ് ലീഹായെ പോലെ വിശ്വാസത്തിൽ വളരുവാനും മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SMCA കുവൈറ്റിന് എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. SMCA കുവൈറ്റിന്റെ നേതൃത്വത്തിൽ ദുഃഖാന തിരുനാൾ ആചരിക്കുന്നു എന്നറിയുന്നതിലേറെ സന്തോഷം. വിശുദ്ധ തോമാസ് ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഒരു നാട്ടിൽ നിന്ന്, വിശുദ്ധ തോമാസ് ലീഹായുടെ പാരമ്പര്യം പേറുന്ന ഒരു സഭയിൽ നിന്നാണ് നിങ്ങളെല്ലാവരും ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. തൊഴിലിനും മറ്റ് ജീവിത സാഹചര്യങ്ങൾക്കുമായി ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ വേരുകളെ മറക്കുന്നില്ല, നിങ്ങളുടെ വിശ്വാസ പൈതൃകത്തെ മറക്കുന്നില്ല എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഇപ്രകാരം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് സീറോ മലബാർ സഭയുടെ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്നതിലുള്ള വലിയ സന്തോഷം കൃത്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. തോമാസ് ലീഹ ഈശോയുടെ മുറിവുകളാൽ സുഖപ്പെട്ട ഒരാളാണ്. നമ്മളും എല്ലാവരും സൗഖ്യം ആവശ്യമുള്ളവരാണ്. തോമാസ് ലീഹയെ പോലെ നമുക്ക് നിർബന്ധം പിടിക്കണം. ഈശോയെ, നിന്റെ തിരുവിലാവിലെ മുറിവുകളാൽ ഞങ്ങളെയും സുഖപ്പെടുത്തണമേ. അവിശ്വാസമെന്ന ഞങ്ങളുടെ മുറിവിനെ, അതുപോലെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ മുറിവുകളെയെല്ലാം സുഖപ്പെടുത്താൻ നിന്റെ മുറിവുകളാൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമാക്കുന്നത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. SMCA കുവൈറ്റിനും അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാവിധ നന്മകളും നൽകുകൊണ്ട് ഒരിക്കൽ കൂടി ദുഃഖാനത്തിന് ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. പ്രിയപ്പെട്ട സീറോ മലബാർ കുടുംബാംഗങ്ങളെ, SMCAയുടെ നേതൃത്വത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെ ദുഃഖാനയോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ അവിടെ നടക്കുകയാണ്. നിങ്ങളുടെ ഈ കൂടിവരവിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. മാർ തോമാസ് ലീഹായുടെ വിശ്വാസ പൈതൃകവും തീഷ്ണതയും ധൈര്യവും നമ്മുടെ സഭാ ജീവിതത്തിൽ നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. കുവൈറ്റിൽ നിങ്ങൾ നല്ല ഒരു കൂട്ടായ്മയായി വിശ്വാസത്തിൽ നിറഞ്ഞ് ആഴപ്പെട്ട് വരും തലമുറയ്ക്ക് മാതൃകയാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും സവിശേഷമായിട്ടുള്ള മാതൃകയും നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരട്ടെ. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സിനെ ഞാൻ സന്തോഷത്തോടെ അതിന് നന്ദി പറയുന്നു. അനേക കാര്യങ്ങൾ, ഭവന സഹായം ഉൾപ്പെടെയുള്ളത് നിങ്ങൾ കേരളത്തിലെ നമ്മുടെ സഭാ മക്കൾക്കായിട്ട് നൽകിയത് ഞാൻ ഓർക്കുന്നു. തുടർന്നും നിങ്ങൾ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഈ കൂട്ടായ്മ ഏറ്റവും സജീവമായി അവിടെ നിലനിൽക്കട്ടെ എന്നും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. പ്രാർത്ഥനാശംസകൾ നേരുന്നു. മാന്യരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ,
എല്ലാവർക്കും വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. തോമാസ് ലീഹ വഴി ദൈവാനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നൊറ്റി ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. തോമാസ് ലീഹായുടെ മക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിമിഷമാണ് തോമാസ് ലീഹായുടെ തിരുനാള് ആഘോഷിക്കുക എന്നുള്ളത്. തോമാസ് ലീഹ തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ട് സ്വന്തമാക്കിയ അനുഭവം, യേശുവിനെ തൊട്ട് സ്വന്തമാക്കിയ അനുഭവം, യേശുവിനെ അനുഭവിച്ച് സ്വന്തമാക്കിയ അനുഭവത്തിന്റെ സമ്പത്ത്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവത്തിന്റെ ആഴമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം. തോമാസ് ലീഹ വിശ്വാസത്തിന്റെ ആഴം സ്വന്തമാക്കിയത് അത് തോമാസ് ലീഹ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. നൂറ്റാണ്ടുകളായിട്ട് തോമാസ് ലീഹയുടെ മക്കളായിട്ട് സഭയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമുക്കും ഇനി കടന്നു വരുവാനുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള വലിയൊരു അനുഭവമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഒരുപക്ഷെ ആ ജീവിതത്തിൽ ഈ ക്രിസ്തു അനുഭവം തോമാസ് ലീഹ സ്വന്തമാക്കിയിരുന്നില്ല എങ്കിൽ ഈ തോമാസ് ലീഹായുടെ മക്കളെന്ന് പറയുവാൻ, അഭിമാനിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് ഇന്ന് സാധിക്കുമായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ, ഒരു മനുഷ്യൻ കർത്താവിനെ അനുഭവിച്ചപ്പോൾ ആ അനുഭവം എത്ര പേർക്ക് കൃപയായിട്ട് മാറി. ഇന്ന് തോമാസ് ലീഹായുടെ മക്കളായ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ തോമാസ് ലീഹായുടെ മാധ്യസ്ഥം യാചിക്കുമ്പോൾ നമുക്കും ഈ ക്രിസ്തു അനുഭവം സ്വന്തമാക്കുവാനാണ് നമ്മളും പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ഈ അനുഭവിച്ച സന്തോഷം, അനുഭവിക്കുന്ന ആ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും കൊടുത്തുകൊണ്ട് കൃപയോടുകൂടെ മുന്നോട്ട് പോകുവാൻ നമുക്കാവട്ടെ. പ്രത്യേകിച്ച് SMCയുടെ നേതൃത്വത്തിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അനുഭവം സ്വന്തമാക്കി അത് തീക്ഷ്ണമായിട്ട് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ എടുക്കുന്ന ത്യാഗത്തിന്, അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്ക്, മാറ്റിവെക്കുന്ന സ്നേഹത്തിന്, സമയത്തിന് എല്ലാവരെയും അഭിനന്ദിക്കുകയും തുറന്നും നിങ്ങൾ വഴി തീർച്ചയായിട്ടും തോമാസ് ലീഹായുടെ ഈ ചൈതന്യം ഈ ലോകത്തെമ്പാടും പ്രത്യേകിച്ച് കുവൈറ്റിൽ പ്രസരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തോമാസ് ലീഹായുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയും നന്മകൾ നേരുകയും ചെയ്യുന്നു. ആമേൻ. സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ, SMC കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും തോമാസ് ലീഹായുടെ തിരുനാളിൻ്റെ ആശംസകൾ ആദ്യമായി തന്നെ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ തവണ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു വാചകം വളരെ ഏറെ എന്നെ ആകർഷിച്ചു. ഒന്നായാൽ പോരാ, ഒന്നിച്ചാകണം എന്നുള്ളത്. തോമാസ് ലീഹായുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഈ ഒന്നാകലുണ്ടായിരുന്നു, പക്ഷേ ഒന്നിച്ചായിരുന്നില്ല. ചില അവസരം ജോയിച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒന്നാകലും ഒന്നിച്ചാകലും ഒത്തിരിയേറെ വിശ്വാസത്തിന്റെ മേഖലയിൽ, കുടുംബത്തിന്റെ, സംഘടനകളുടെ, ഇടവകയുടെ, സഭയുടെ കാര്യത്തിലും വളരെ ഏറെ അർത്ഥവത്താണ്. എന്നാൽ തോമാസ് ലീഹായെ പോലെ ഒന്നാകാനും ഒന്നിച്ചാകാതിരിക്കാനും ചില അവസരങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കും. ഈ ഒന്നാകുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത് തോമാസ് ലീഹ സ്ലീഹന്മാരിൽ ഒരുവനായിരുന്നു. സ്ലീഹന്മാരുടെ ഒരു കൂട്ടം എന്ന നിലയിൽ
ഒന്നാകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ധൈര്യവും വീരും നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്നുള്ള ആ സധൈര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില അവസരങ്ങളിൽ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ വാശിയും അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും നമ്മെ ഓരോരുത്തരെയും ഒന്നാകാനും ഒന്നിച്ചാകാനും പ്രേരിപ്പിക്കും. SMCAയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നാകാനും ഒന്നിപ്പിക്കാനും ഓരോരുത്തരെയും, എല്ലാ കുടുംബ യൂണിറ്റുകളെയും, ഈ കൂട്ടായ്മയെയും ഒന്നിപ്പിക്കാനും ഒന്നിച്ചാകാനും തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം വഴി നമുക്ക് സാധിക്കട്ടെ. തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഇതിന് നേതൃത്വം കൊടുക്കുന്ന SMCA ഭാരവാഹികൾക്കും ഒപ്പം തന്നെ എല്ലാ കുടുംബ അംഗങ്ങൾക്കും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എത്രയും സ്നേഹത്തോടുകൂടി നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് ദുഃഖ്രാണ തിരുനാൾ ആഘോഷിക്കുന്നതിനും നമ്മുടെ സഭാദിനം ആഘോഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട് ഇന്നിവിടെ ആയിരിക്കുന്നതിൽ. കാരണം വലിയൊരു വിശ്വാസ സമൂഹത്തിന് നടുവിലാണ് ഞാനിന്നായിരിക്കുന്നത്. ഈ വിശ്വാസം പകർന്നു നൽകിയത് നമ്മുടെ സഭാപിതാവായ തോമാസ് ശ്ലീഹായാണ്. ആ വിശ്വാസം നമ്മൾ വർഷങ്ങളോളം മുമ്പോട്ട് കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇനിയും അത് മുമ്പോട്ട് കൊണ്ടുപോകണം. ആ വിശ്വാസം നമ്മളിൽ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം നമ്മൾ പഠിപ്പിക്കണം. ആ വിശ്വാസത്തിൽ നമ്മൾ വളരണം. ആ വിശ്വാസമാണ് നമ്മുടെ സഭാപിതാവ് നമ്മളെ പഠിപ്പിച്ചത്, നമുക്ക് പകർന്നു തന്നത്. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച SMCAക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദുഃഖ്രാണ തിരുനാളിൻ്റെയും നമ്മുടെ സഭാദിനത്തിൻ്റെയും മംഗളങ്ങളും ആശംസകളും. താങ്ക് യു.